എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനായിട്ടാണ്. ശരിക്കും ഇത് വായിക്കാൻ എല്ലാവർക്കും സർവാംഗ തൈലം അല്ലെ. ഈ സർവാംഗ തൈലം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എല്ലാ അംഗങ്ങൾക്കും ഉള്ള തൈലം. എന്നാൽ അതിനേക്കാൾ ഉപരി എല്ലാ പർപ്പസിനും, അതായത് മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിലാണിത്. ശരിക്കും ഏകദേശം ഒരു 8-10 വർഷക്കാലമായി അല്ലെ വിവേക്, ഒരു 10 years ബാക്ക് തൊട്ടേ നമ്മൾ ദേവകി ആയുർവേദിക്സിലെ പേഷ്യൻസിനായിട്ട് പല പർപ്പസുകൾക്ക് കൊടുക്കുന്ന ഒരു ഓയിലാണ് സർവാംഗ തൈലം. ഇപ്പോഴാണ് നമ്മൾ അതൊന്ന് മാർക്കറ്റ് ചെയ്യുന്നത്. നമ്മൾ പുറത്ത് അങ്ങനെ കൊടുക്കുന്നില്ലായിരുന്നു, ഇവിടെ മാത്രമേ അത് കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതായത് ഇത് മൾട്ടി പർപ്പസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ പല ഓയിലുകളും നമ്മൾ ഉപയോഗിക്കുന്നു. ഒന്നി നമ്മൾ ഹെയർ കെയറിന് വേണ്ടിയിട്ട് ചില ഓയിലുകൾ ഉപയോഗിക്കാറുണ്ട്, ചിലത് നമ്മൾ നീരിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്, ചിലപ്പോൾ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് സാധാരണ രീതിയിൽ നമ്മൾ ഓയിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ ഒരു തൈലം ഇതിനെല്ലാത്തിനും വർക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ അല്ലെ. അപ്പൊ അത് എന്തൊക്കെയാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. മേജർ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് അലോവേറയാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ബല, അതായത് കുറുന്തോട്ടിയുണ്ട്, ബ്ലാക്ക് ഗ്രാം ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള ചില ചെറിയ ഇൻഗ്രീഡിയൻസേ ഉള്ളൂ ഇതിനകത്ത്. പക്ഷെ ഇതൊരു മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു ഓയിലാണ്. ഇനി ഇതിന്റെ പ്രധാന ഉപയോഗത്തിലേക്ക് വരാം. ശരിക്കും ഈ സർവാംഗ തൈലം നേരത്തെ ഒരു അഭ്യംഗത്തിന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെയിലി അഭ്യംഗം ചെയ്യാൻ, അതായത് ഡെയിലി തേച്ചു കൂടി ശീലമാക്കേണ്ടുന്നത് അത്യാവശ്യമാണെന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിത്യ അഭ്യംഗത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തൈലമാണ് ഈ സർവാംഗ തൈലം. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ എപ്പിഡെർമിസ്, നമ്മുടെ സ്കിന്നിന് നമുക്ക് 3 ലെയർ ഉണ്ട് അല്ലെ. എപ്പിഡെർമിസ്, ഡെർമിസ്, ഹൈപ്പോഡെർമിസ്. നമ്മൾ എല്ലാവരും ചെറിയ +2 ഒക്കെ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതിലേതോ ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു അഭ്യംഗത്തിനകത്ത്, ഒന്നും സ്കിന്നിൽ കൂടി അബ്സോർബ് ചെയ്യുന്നില്ല, വാട്ടർ അബ്സോർബ് ചെയ്യുന്നില്ല, ഓയിൽ അബ്സോർബ് ചെയ്യുന്നില്ല, ഇതൊക്കെ വെറുതെയാണ്. പക്ഷെ ആക്ച്വലി അത് മനസ്സിലാക്കേണ്ട സയന്റിഫിക് ആസ്പെക്ട് ഈ കമന്റ് ഇട്ട ആളുകളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ശരിക്കും അബ്സോർഷൻ എന്നും പ്രൊട്ടക്ഷൻ എന്നും ഒക്കെ പറയുന്നത് മേജർ ഫംഗ്ഷൻ ഓഫ് എപ്പിഡെർമിസ് ആണ്. അതിലൂടെയല്ലേ ഈ ന്യൂട്രിയൻസ് ഒക്കെ സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അത് അബ്സോർഷൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തീർച്ചയായിട്ടും സ്കിന്നിനുണ്ട്. ആ സ്കിൻ ലെയർ, ഫസ്റ്റ് ലെയറിനകത്ത് തന്നെ പിന്നെയും 5 ലെയറുകൾ വേറെ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ട്രാറ്റം, കോർണിയം, ലൂസിഡം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ. അപ്പൊ ഇതിലൂടെയൊക്കെ നമുക്ക് ഈ പോസിബിൾ ആകുന്ന ഈ അബ്സോർഷൻ, നോട്ട് അബ്സോർഷൻ തന്നെയാണ് കൂടുതൽ നടക്കുന്നത്. അപ്പൊ ഈ ഒരു ഫംഗ്ഷനെ വളരെ ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള കണ്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് പെനിട്രേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ ഓയിലിനുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ഉദ്ദേശിക്കുന്ന പർപ്പസ്, നമ്മൾ വേറെ ആഡിറ്റീവ്സ് ഇല്ലാതെ തന്നെ ഉദ്ദേശിക്കുന്ന പർപ്പസ് പെട്ടെന്ന് നടക്കും. ആ ഒരു പെനിട്രേഷൻ പോസിബിൾ ആക്കും, കൂടുതലായി പോസിബിൾ ആക്കും. അപ്പൊ നമുക്ക് സ്കിന്നിന് നല്ല ഗ്ലോ കൊടുക്കാനും, അതോടൊപ്പം തന്നെ ഇപ്പൊ പെയിൻ ഒക്കെ ഉള്ള കണ്ടീഷനകത്താണ്, ഈ പെയിനും സ്വെല്ലിങ്ങും ഒക്കെ ഉള്ള, ഞാനൊരു കുറച്ച് പേഷ്യൻസിനകത്ത് ഇത് വർക്ക്ഔട്ട് ചെയ്ത സമയത്ത് സിവിയർ സ്വെല്ലിംഗ് ഒക്കെ ആയിട്ട്, അതായത് നീരൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ചില പേഷ്യൻസിനകത്ത് ഈ ഓയിൽ കൊണ്ട് നമ്മൾ നമ്മൾ പിജി ചെയ്തിട്ടുണ്ടായിരുന്നു. പിജി ചെയ്തപ്പോൾ ആ ഏരിയ, പിജി ചെയ്യാൻ മീൻസ് നമ്മൾ കുറച്ച് ഒരു കോട്ടണിലൊക്കെ ഈ ഓയിൽ അപ്ലൈ ചെയ്ത് ആ ഏരിയയിൽ വയ്ക്കുക, കുറെ നേരം അത് ആ ഏരിയ വിസ്റ്റാൻഡ് ചെയ്ത് വെപ്പിക്കാന്നുള്ളതാണ്. അപ്പൊ ആ ഒരു പർപ്പസിനൊക്കെ നമ്മൾ ഉപയോഗിച്ചപ്പോൾ വളരെ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. സ്വെല്ലിംഗ് ഒക്കെ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാവുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വേദനകൾക്ക് പല വിധത്തിലുള്ള വേദനാ വിശേഷങ്ങൾ നമുക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ബോഡി പെയിൻ, ഏക്സ്, അതുപോലെ ജോയിന്റ്സിനകത്തൊക്കെയുള്ള പെയിൻ ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ അത് ചില പോളിആർത്രൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസ്, സർവാംഗം നമുക്ക് പെയിൻ വരുന്ന കണ്ടീഷനൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത്തരത്തിലുള്ള കണ്ടീഷൻസിനും ഇതൊരു പെയിൻ റിലീഫ് ആയിട്ടും വളരെ വർക്കിംഗ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ആർത്രൈറ്റിസ് ഒക്കെ ഉള്ള കേസുകളിൽ, ചില ആർത്രൈറ്റിക് കണ്ടീഷൻസിനകത്ത് നമ്മൾ ഓവറായിട്ട് ഓയിൽ സപ്ലൈ ചെയ്യുന്നത് പോലും റെസ്ട്രിക്റ്റഡ് ആയിട്ടുണ്ട്. എല്ലാ ക്ലിനിക്കൽ കണ്ടീഷൻസിനും നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യാൻ പറയുന്നില്ല ആയുർവേദത്തിൽ. ആയുർവേദം എന്ന് പറയുന്നത് ഈ ഓയിൽ മാത്രമുള്ള ഒരു കാര്യമൊന്നുമല്ല. അപ്പൊ നമ്മൾ ചില കണ്ടീഷൻസിനകത്ത് റെസ്ട്രിക്റ്റഡ് ആണ് ഓയിൽ. അപ്പൊ അത്തരം ചില കണ്ടീഷൻസിൽ പോലും പലപ്പോഴും എനിക്ക് ഓയിൽ ഒരു ആമാവസ്ഥയൊക്കെ ഉള്ള ഒരു കണ്ടീഷനിൽ പോലും ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഓയിലാണിത്. അതിന്റെ ഒരു കൺസിസ്റ്റൻസി ഒക്കെ നമുക്ക് മനസ്സിലാക്കിയാൽ കാണാം. ഓവർ കുഴഞ്ഞിട്ടുള്ള ഒരു തൈലമൊന്നും അല്ല ഇത്. പക്ഷെ ശരിക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു പെനിട്രേറ്റിംഗ് ആക്ടിവിറ്റി ഒക്കെ ഉള്ള ഒരു തൈലമാണ് സർവാംഗ തൈലം. അതോടൊപ്പം തന്നെ ഇത് നമ്മൾ ബോഡിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പം ഡിസ്കസ് ചെയ്തത്. പക്ഷെ ഇനി ഹെയറിനാണെങ്കിലും ഹെയർ കെയറിൽ നമുക്ക് വേറെ കാച്ചെണ്ണ പോലെയുള്ള ഓയിലുകളുണ്ട്, ഹെയർ ഗ്രോത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ഓയിൽസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഹെയർ ഗ്രോത്തിനും അതുപോലെ ശിരോരോഗങ്ങളിൽ തലവേദന പോലുള്ള കണ്ടീഷൻസ്, മൈഗ്രെയിൻ ഒക്കെ പലപ്പോഴും നല്ല റിസൾട്ട് തരുന്നതായിട്ട് ഈ തൈലം
ഉപയോഗിച്ചവർ പറയുന്നുണ്ട്. സ്ഥിരമായിട്ടുള്ള ഇതിന്റെ യൂസ് കൊണ്ട് പലതരത്തിലുള്ള ഹെഡ് ഏക്സ്, അതുപോലെ തലയിൽ വരുന്ന ചില കുരുപ്പുകൾ, തടിപ്പുകൾ, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിനൊക്കെ നല്ല പർപ്പസ്ഫുൾ ആയിട്ട് ഈ ഓയിൽ കണ്ടിട്ടുണ്ട്. അപ്പം മൾട്ടിപ്പിൾ ആയിട്ടുള്ള കണ്ടീഷൻസിനകത്ത് നമുക്ക് ബോഡിയുടെ ഒരു മെയിന്റനൻസിനായിട്ട് നിത്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നിത്യോപയോഗത്തിലൂടെ പല ഗുണങ്ങളുമുണ്ട്. നമുക്ക് കാലിലും നേരത്തെ തന്നെ അഭ്യംഗത്തിന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പാദാഭ്യംഗത്തിന്റെ ഗുണം, ശിരോഭ്യംഗത്തിന്റെ ഗുണം, ശ്രവണാഭ്യംഗത്തിന്റെ ഗുണം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലൊക്കെ തന്നെ അതിനേക്കാൾ ആ ഗുണങ്ങളെയൊക്കെ ബൂസ്റ്റ് ചെയ്ത് നിലനിർത്താൻ നമുക്ക് ഇത്തരത്തിലൊരു തൈലം ഉപയോഗിക്കുന്നതുകൊണ്ട് പറ്റും. പലരും കമന്റ് ബോക്സിൽ ചോദിച്ചതാണ് സർവാംഗ തൈലത്തിനെ പറ്റി അന്നും അഭ്യംഗത്തിന്റെ വീഡിയോ ഇട്ടപ്പോൾ. അപ്പൊ അതുകൊണ്ടും കൂടിയാണ് ഇപ്പോൾ ഈ സർവാംഗ തൈലം എന്ന് പറഞ്ഞൊരു തൈലം ഇന്ന് പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും ഇത് വളരെ വലിയ കോസ്റ്റ് ഒന്നും ഉള്ളതല്ല. ഈസിലി നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാനും അപ്ലൈ ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. ഒത്തിരി നേരം തേച്ച് നിൽക്കാനൊന്നും പറയുന്നില്ല. ഒരു 15 മിനിറ്റ് ടു ഹാഫ് അവർ ആണ് നമ്മുടെ ആ ഒരു അപ്ലൈ ചെയ്ത് നിൽക്കേണ്ടുന്ന സമയം. അല്ലാതെ ഒത്തിരി സമയം ഇത് അപ്ലൈ ചെയ്ത് നിൽക്കാനൊന്നും പറയുന്നില്ല. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും നിത്യം ഉപയോഗിക്കാൻ പറ്റുന്നതും ഇതുപോലുള്ള മൾട്ടി പർപ്പസിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. അതായത് ഡെയിലി ഇതുകൊണ്ട് നമ്മൾ അഭ്യംഗം അല്ലെങ്കിൽ ദേഹത്ത് അപ്ലൈ ചെയ്തൊക്കെ കുളിച്ച് കഴിയുമ്പോൾ നമുക്ക് മറ്റ് അസുഖങ്ങൾ വരാതിരിക്കും. അതോടൊപ്പം തന്നെ സ്കിന്നും ഹെയറും ഒക്കെ പ്രോപ്പർലി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും. അപ്പൊ അതാണ് നമ്മുടെ സർവാംഗ തൈലം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.